സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പറമ്പിലൂടെയൊക്കെ നടന്ന് വല്ലതും കായ്ച്ചോ പൂത്തോ പഴുത്തോ നോക്കി നടക്കലാണ്. അങ്ങനെ നടന്ന് കിട്ടിയൊരു സാധനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിക്കുന്നത്. ഒരു കൊക്കോ, നന്നായി പഴുത്തൊരു കൊക്കോ. വല്ലവരും കാണുന്നതിന് മുമ്പേ, വല്ലവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയനും അനിയത്തി വരുന്നതിന് മുമ്പ് ഇതകത്താക്കണം. അതിന് വേണ്ടി ഞാനും ചുട്ടുപണിയും കൂടെ ഇരുന്ന് കഷ്ടപ്പെട്ട് മുറിച്ചെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനൊരു 100 സാധനം എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 90 സാധനം തിന്നാനുള്ളതാകുന്നത് എൻ്റെ ചുട്ടുമണിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവൾ നല്ല അക്ഷമയായിട്ട് കാത്തിരിക്കുകയാണ്. ഇത് പൊട്ടിച്ചപ്പോഴേക്കുള്ള അവളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രസമായിരുന്നു. അവൾക്ക് ആദ്യം കഴിക്കണം. എന്നെക്കാട്ടും അലച്ച അവൾക്ക്, അവളെക്കാട്ടും അലച്ച എനിക്ക്. അവൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് മെയിനായിട്ട് ഞാനിത് കട്ട് ചെയ്തത്. പക്ഷേ എനിക്കത് കണ്ടിട്ട് വായിൽ നിന്ന് 2 സൈഡിലൂടെ വെള്ളം പോയിട്ട് അവൾക്ക് വേണ്ടാന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ വായിലേക്ക് ഇട്ട്. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ 2 സൈഡിലൂടെ ഇങ്ങനെ പുളി കയറിയിട്ട്, പുളിയല്ല മധുരം കയറിയിട്ട് ഭയങ്കര ഒരു ഫീലിങ്. കൊള്ളാം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ കൊക്കോ കഴിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളാണ് റംബൂട്ടാനും കൊക്കോയും. പക്ഷേ ഇത് രണ്ടും കഴിക്കുമ്പോൾ ഞാൻ ഒരുപാട് നവരസങ്ങൾ കാണിച്ചാണ് കഴിക്കാറ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എന്നെപ്പോലെ തന്നെ ചുട്ടുമണിയും ഇതെന്ത് സാധനമാണ് അമ്മ തന്നതെന്ന് നോക്കുകയാണ്. അവൾക്ക് തീരെ പല്ലില്ലാത്തതുകൊണ്ട് മോളെ കൊണ്ട് കഴിക്കാനും കഴിയുന്നില്ല. കുളുകുളെന്ന് കഴിയിട്ട് കഴിക്കാൻ ഇത്തിരി പാടായിരുന്നെങ്കിൽ കൂടി നന്നായി പഴുത്തതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കുരുവെല്ലാം നിൽക്കുന്ന ആ ഒരു റൂട്ടിന് നന്നായി പഴുത്തലിഞ്ഞ് നല്ല മധുരം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുരു മാത്രമല്ല അതും കൂടി ഞങ്ങൾ ഇരുന്ന് തിന്നു. പിന്നെ ഇതിൻ്റെ കുരു പൊളിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് നല്ല മൂത്തതുകൊണ്ട് ഡാർക്ക് കളറായി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സീഡ് വെച്ചിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തുപ്പിക്കളയുന്നതല്ലാതെ കഴിക്കാതെ 2-3 കൊക്കോ വെയിലത്ത് വെക്കും. ഇതേപോലെ തന്നെ ഇതിൻ്റെ കുരു എടുത്തിട്ട് ഫ്ലഷ് പോക്കാതെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. ഉണങ്ങുമ്പോഴേക്ക് ഇതിൻ്റെ ഫ്രൂട്ടൊക്കെ അലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ടുണ്ടാകും. ഇതിൻ്റെ ഫ്ലഷൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഭാഗം പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഒരു കുരു, ആ കാമ്പ് മാത്രം ഉണ്ടാകും. അത് വന്ന് നന്നായി ഉണങ്ങിയതായിരിക്കുമല്ലോ, അതൊന്നുകൂടെ നന്നായി വറുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കും. അപ്പോഴേക്കും നമുക്ക് കാപ്പി കളറായി കിട്ടും. ഒരു ചോക്ലേറ്റ് കളറായി തന്നെ ഉണ്ടാവും ഈ പൊടി. അതിനുശേഷം അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് അത് നമുക്ക് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഒരു പാത്രത്തിലേക്ക്, ഒരു മോൾഡിലേക്ക് എങ്ങാനും ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഒരു തവണ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ കൊക്കോന് അത്യാവശ്യം വലിപ്പവും അത്യാവശ്യം കുരുക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു കൊക്കോ വെച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ ഇവിടെ ആർക്കും തികയാൻ പോണില്ല. പോരാത്തതിന് ഞങ്ങൾ 2 പേരും കൂടി കടിച്ച് കീറി കാറി തുപ്പി അവിടെ ഇവിടെ ഇടുന്ന കുരു വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ ആരും തിന്നാനും പോണില്ല. പിന്നെ എല്ലാവരും വരുന്നതിന് മുമ്പ് തിന്ന് തീർത്ത് ഇതിൻ്റെ തോട് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കണം. ഇല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അടിപിടിയാകും.